ഇന്ന് നമുക്കൊരു ഭൂതത്തിന്റെ കഥ കാണാം. അത് വേണം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആടിപ്പാടി അഭിനയിച്ച് സംവിധാനം ചെയ്ത് വെറുപ്പിച്ച ഒരു ഫാന്റസി മൂവി ബറോസ്, നിധി കാക്കുന്ന ഭൂതം. എന്റെ തിരിച്ചറിവാണ് ഈ സിനിമ. ജയനം തിരിച്ചറിവന്നെ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാ എന്റെ ജീവിതം തന്നെ മറ്റൊന്നായിരിക്കും. കംപ്ലീറ്റ് കാശ് മുടക്കി ഞാൻ തന്നെയാ പടം തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് മാറ്റാന്ന് പറഞ്ഞാ എന്റെ നെഞ്ചത്തടിക്കല്ലേ. ഇതിന്റെ കഥ എന്താന്ന് വെച്ചാ അങ്ങനെ വലിയ കഥയൊന്നുമില്ല. പഴയ അലാവുദ്ദീനും അത്ഭുതവിളക്കൊക്കെ കണ്ടിട്ടില്ലേ, അതിന്ന് കുറച്ച് ചുരണ്ടി എടുത്തിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥ. അപ്പൊ നിങ്ങൾ പറയും അതിൽ വിളക്കുന്നൊക്കെയല്ലേ ഭൂതം വരണെന്ന്. ഓ, വലിയ കാര്യായി. മമ്മൂട്ടിയുടെ വോയിസ് ഓവറിലൂടെയാണ് ഈ സങ്കല്പ സ്വപ്ന സഞ്ചാരം ആരംഭിക്കുന്നത്. ഗാനത്തിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഈ സങ്കല്പ സ്വപ്ന സഞ്ചാരം. ഈ പടം അടപടലം മൂഞ്ചെന്ന് മൂപ്പർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് പുള്ളി അങ്ങോട്ട് നൈസായിട്ട് സ്കൂട്ടായി. ഒരു ഫാദോ ഗാനത്തിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഈ സങ്കല്പ സ്വപ്ന സഞ്ചാരം. ഇതാണ് നമ്മുടെ ബറോസ്, നിധി കാക്കുന്ന ഭൂതം. ഡിഗാമ തമ്പുരാന്റെ നിധിയും താക്കോലും പൂട്ടൊക്കെ സൂക്ഷിക്കുന്ന ആളാണിത്. ഡിഗാമ തമ്പുരാന്റെ വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബറോസ്. ചകിരിനാരിന് അണ്ടർവെയർ ഇട്ട പോലത്തെ ഈ സാധനത്തിന്റെ പേരാണ് വുഡു. നമസ്കാരം. താനെന്ത് ജീവിയാ? മണ്ണാങ്കട്ടയാണ്. അടുത്ത പോക്കറ്റിലിട്ടോ നീ ആനപുരിയൊക്കെ ഒരു മറിയാൻ നിനക്ക്. ചക്രവാളത്തിനുമപ്പുറം അറബിക്കടലിലും അക്കരെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇതെന്താ സഞ്ചാരോ? ഡിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ബറോസ്. അതാണ് താൻ ബറോസ്. എന്തൊരു ശല്യാണ് ഈ ശബ്ദത്തിനെ കൊണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം? അത് ലാലേട്ടൻ ഫാൻസ് ദേഷ്യം വന്നിട്ട് സ്ക്രീൻ കീറി വലിക്കണതാവും. ബറോസ് താൻ പിന്നെയാൻ തുടങ്ങിയോ? അതിപ്പോ കാലം കുറെ ആയില്ലേ ബറോസ പെട്ടിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തൊരു വളിച്ച നാറ്റം. അങ്ങനെ ഈ ഭൂതം കാക്കുന്ന നിധി അടിച്ചു മാറ്റാൻ വേണ്ടി കുറച്ച് കൊള്ളക്കാർ വരികയാണ്. അവരെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ബറോസും നമ്മുടെ ചകിരിനാരും കൂടി അടിച്ചു ഓടിക്കുകയാണ്. ബറോസിന്റെ തലയിൽ ആരോ SOS ഒക്കെ വെട്ടി കളിച്ചിട്ടുണ്ടല്ലോ. ഈ കുട്ടിയുടെ പേരാണ് ഇസ. ഇസ ഒരു വികൃതി കുട്ടിയാണ് കേട്ടോ, ക്യൂട്ട് കുട്ടി. ആരെ കണ്ടാലും സെൽഫി എടുക്കുക, ക്ലാസ്സിൽ അടി ഉണ്ടാക്കുക, 3D ബോൾ കൊണ്ട് ടീച്ചറെ അടിച്ചിടുക, ക്ലാസ്സിൽ 3D വാണം കത്തിച്ചു വിടുക. ഇതൊക്കെയാണ് ഇസയുടെ ഹോബി. ഇസയുടെ ഡാഡി ഭയങ്കര റിച്ച് ആണ്. മറ്റേ ബറോസിന്റെ മുതലാളി പണ്ടുണ്ടാക്കിയ ഡിഗാമോ മാൻഷൻ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ കസിനോ പണിയാനാണ് ഈ ഡാഡിയുടെ പ്ലാൻ. ഇസയുടെ അച്ഛന് മോളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവളെ നോക്കാൻ നേരല്ല. The story dates to the period when the empire in India was at the height of its glory. Nice. നിധിയുടെ ധിക്കറി ചന്ദ്രിക വഴിയരുളും. നിന്നെ ഞാൻ തുപ്പു. നിധിയുടെ അനന്തരാവകാശി, നിധിയുടെ ധിക്കറി. അപ്പൊ ഈ ഡിഗാമ തമ്പുരാന്റെ തലമുറയിൽ പെട്ട ആളാണ് ഈ ഇസ. ഇസയ്ക്കും കൂടി അവകാശപ്പെട്ട നിധിയാണ് നമ്മുടെ ബറോസ് കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാരന്റെ ഒപ്പം കറങ്ങി നടന്ന ഇസ അത് കാണുകയാണ്. ഏതോ ഒരു മന്ത്രവാദി അമ്മായി. നീ വന്നു അല്ലേ? നിന്നെ ഇത് കടിക്കോ? നിന്നെ ഞാനാണ് ഇവിടെ വരുത്തിയത്. ശരി, ആയിക്കോട്ടെ. അതുകൊണ്ട് ഇപ്പൊ എന്താ, നിങ്ങൾക്ക് ബമ്പർ പ്രൈസ് അടിക്കോ? മസക്കാരോ വംശമല്ലേ ഭൂതത്തെ നിലവറയിൽ കുടിയിരുത്താൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത്? അപ്പോൾ ആ നിധിയിൽ ആ വംശത്തിന് അവകാശമുണ്ട്. എനിക്കും. എന്നാ പിന്നെ എനിക്കും. ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന എന്തിനാ? ഈ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനാ? ഇതെല്ലാം ഈസയ്ക്ക് വേണ്ടിയുള്ള എന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അങ്ങനെ ഒരു രാത്രി ഇസ ബറോസിന്റെ കോട്ടയ്ക്കകത്ത് എത്തി. എന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തിരിച്ചുപോയി. ഇതൊക്കെ ഒരു കഥയാണോ? ഇത് 1980 അല്ല, അത് ഓർമ്മ വേണം. പാപം, കാലം കടന്നുപോയതൊക്കെ മറന്നുപോയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈ സിനിമയിൽ നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. അഴകേ അഴകേ, അത് നീരാളിത്തെ പാട്ടല്ലേ? ഓ സോറി, എല്ലാം ഒരുപോലെ തന്നെ ഉണ്ട്. ഇസബെല്ല ഇസബെല്ല ഇസബെല ഇസബെല. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങി പോയി. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇപ്പൊ വർഷം 2000 കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അന്നങ്ങട് പറഞ്ഞു കൊടുക്കണ. ആരും തിരിച്ചു വരില്ല, ആരും തിരിച്ചു വരില്ല, ആരും തിരിച്ചു വരില്ല. അതിലിപ്പോ അത്ഭുതമൊന്നുമില്ല. അങ്ങനത്തെ പടല്ല ഉണ്ടാക്കി വെച്ചേക്കണത്. അങ്ങനെ അവസാനം ബറോസ് ഇസയെ തേടി പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതിന്റെ ഇടയിൽ ഒരു വലിയ ഗസ്ട്രോളൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അവസാനം ഇസയെ ബറോസ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇസ അയാളെ ഇട്ട് നിർത്താതെ ഓടിക്കും. ഓ, മാരക VFX തന്നെ കേട്ടോ. അല്ല, ഇയാളെ ഇസയ്ക്കല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് ഈ ചകിരിനാര് പറയണത്. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇയാൾ ഇങ്ങനെ കടന്ന് ഓടണത്? അനന്തരാവകാശിക്ക് ഭൂതത്തെ കാണാൻ പറ്റും, വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഓ, ആ പക്ഷി ഇപ്പൊ എന്റെ കണ്ണില് കുത്തിയാനെ. ജസ്റ്റ് മിസ്. ഇതെന്താ കൊഞ്ഞനം കുത്തണോ? ഇതാണോ കോടികൾ മുടക്കിണ്ടാക്കിയ വിഷ്വൽ ട്രീറ്റ്? അങ്ങനെയാണെങ്കിൽ ഇനി വാ. ഞാൻ ബറോസ് ഡിഗാമ തമ്പുരാൻ ആ മനസ്സിലായി. ഇത് തുടങ്ങിയപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. ഒരു ഭൂതം വന്നേക്കണു. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇസ വെള്ളത്തിൽ വീണപ്പോ ഇസ പെട്ടെന്ന് കാർട്ടൂൺ ക്യാരക്ടർ ആയിട്ട് മാറുകയാണ്. ഇത് ഏതവനാണ് അതൊക്കെ പടച്ചുവിടുന്നത്? സംഭവം എന്താന്ന് വെച്ചാ, മറ്റേ ഡിഗാമയുടെ വേലക്കാരനായിരുന്നു ബറോസ് എന്ന മനുഷ്യൻ. പള്ളക്ക് കത്തി കയറി നാട് വിടേണ്ട അവസ്ഥയായപ്പോ ഡിഗാമ ബറോസിനെ ഒരു ഭൂതമാക്കി മാറ്റി ഡിഗാമയുടെ നിധിയുടെ കാവൽക്കാരനാക്കി നിയമിച്ചു. എന്റെ തമ്പുരാനെ. ഈ തൊള്ളത്തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഈ അമ്മച്ചിയുടെ മുൻ തലമുറയിൽപ്പെട്ട ഒരു മന്ത്രവാദിയും അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഭവം. ഈ ബറോസ് ഇസയോടൊപ്പം കുറെ നടക്കും, പാട്ടുപാടും, കൊണ കൊണ കൊണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആ താക്കോല് മാത്രം കൊടുക്കില്ല കേട്ടോ. ഇതിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടി നമ്മുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. ഇനി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ എഴഞ്ഞ് ഈ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആമയ്ക്കുണ്ട് ഈ പടത്തിനേക്കാളും സ്പീഡ്. ഇനി ഒരു ഫൈറ്റ് കണ്ടിട്ട് വരാം. വേണ്ട, വയ്യ. ഡിഗാമയൊക്കെ പോയിട്ട് 4 നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പലതവണ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണില്ലേ? താൻ നിധി കേൾക്കാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടായി. ഇതൊക്കെ പിന്നെ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണോ? ഞങ്ങളാണോ ഡിഗാമയുടെ നിധിയും മറ്റേതൊക്കെ സൂക്ഷിക്കണ്? നിങ്ങൾ ഭൂതാണോ അതോ പൊട്ടനാണോ? അങ്ങനെ അവസാനം നിധി ഇസയെ ഏൽപ്പിച്ചിട്ട് ബറോസ് സ്ഥലം വിടുകയാണ്. അതിന്റെ ഇടയ്ക്ക് യൂണിവേഴ്സ് മാറി വന്ന് സെൽവയെ അന്വേഷിച്ചിട്ട് നമ്മുടെ പ്രണവ് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ബറോസ് കുട്ടികൾക്ക് വേണ്ടി എടുത്ത പടം ഞാൻ പറയണില്ല, വെറുതെ ആൾക്കാരുടെ സമയം കളയാൻ വേണ്ടിയിട്ട്. വികസനം വരുമ്പോ ചില സാക്രിഫൈസസ് ജനങ്ങൾ ചെയ്യേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയാം. ഒന്നിനും കൊള്ളാത്തൊരു കഥയും ഉണക്ക VFXും. ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. എപ്പ നോക്കിയാലും ഒരു ഡിഗാമ തമ്പുരാന്റെ ഡിഗാമ സാഹിബിന്റെ ഡിഗാമ സാഹിബ് പറഞ്ഞ ഡിഗാമ തമ്പുരാന്റെ